ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് തെച്ചിപ്പൂവാണ് കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള തെച്ചിപ്പൂവാണ്. നമ്മുടെ എന്താ പറയുക, പരിസരത്തൂടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന തെച്ചിപ്പൂവാണ് കേട്ടോ. എന്താ പറയുക, കാട്ടുതെച്ചി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നിവിടെ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഒരു 3-4 സോപ്പിന് ഓർഡർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തെച്ചിപ്പൂവ്, അതിൻ്റെ ആ പച്ച കളറിലുള്ള സംഭവമില്ലേ, അതൊക്കെ മാറ്റിയിട്ട് തെച്ചിപ്പൂവ് ഒന്ന് വേർതിരിച്ചെടുത്തിട്ട്, മുട്ടൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. മഴയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും പൂവിൻ്റെ മേലെ പൊടികളും അതേപോലെ ചെളിയൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തെച്ചിപ്പൂവ് വേർതിരിച്ച് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെ എന്താ പറയുക, പൂവിൻ്റെ മേലെ എന്തെങ്കിലും കുത്തലോ ഈ പുഴുവരിച്ചതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഉള്ള പൂക്കളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് കഴുകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എത്രയാണോ, എത്ര സോപ്പിലേക്കാണോ, എത്ര സോപ്പാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്ര ബേസാണോ എടുക്കുന്നത് അതിലേക്ക് അനുസരിച്ചിട്ടുള്ള തെച്ചിപ്പൂവാണ് നമുക്ക് ആവശ്യമുള്ളത്. എനിക്കൊരു 4 സോപ്പ് വേണം, അത്യാവശ്യമായിട്ട് 4 സോപ്പ് വേണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. അത് നമുക്ക് വേറെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ടുള്ള 4 സോപ്പ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് ചെയ്യുന്നത് കോൾഡ് പ്രോസസ്സ് അല്ല കേട്ടോ, മെൽറ്റ് ആൻഡ് പോറാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നാലും ഞാനിത് കുറച്ച് സമയം വെക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഏകദേശം രാവിലെ ഉണ്ടാക്കുകയാണെങ്കിലും പിറ്റേന്ന്, അതായത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് അൺമോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ സോപ്പ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തെച്ചിപ്പൂവ് വേർതിരിച്ചെടുക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് 2-3 തവണ നമുക്കൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. കഴുകിയെടുക്കുമ്പോൾ കണ്ടോ, ഒരുപാട് മഴ കൊണ്ട് നിന്നിട്ടുള്ള പൂവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം അതിൻ്റെ മേലെ എന്തിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വീഡിയോ ആണ് എടുക്കുന്നത്. നമ്മുടെ മറ്റേ ചാനലിലേക്കുള്ള എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് വേറെ തന്നെ നമ്മുടെ ഈ ചാനലിലേക്കുള്ളതും കൂടി എടുക്കുകയാണ്. അപ്പോൾ 2ഉം കൂടിയാണ് കേട്ടോ. അപ്പോൾ 2ഉം കൂടി ആകുമ്പോൾ ഇത്തിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല, ഞാനത് എൻജോയ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സമയമില്ലല്ലോ, ഒന്നും ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ലാത്തതിലുണ്ട് കുഴപ്പമില്ല, അങ്ങനെ ബിസി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഞാനിത് ഓൾറെഡി വെള്ളത്തിൽ നിന്നാണല്ലോ നമ്മളിത് എടുക്കുന്നത്. അരഞ്ഞ് കിട്ടാൻ കുറച്ചൊരു പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അരച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ വേണം കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ട് ആ തേങ്ങാപ്പാൽ വെച്ച് സോപ്പ് ഉണ്ടാക്കാം. മീൻസ് ആ തേങ്ങാപ്പാൽ ഈ തെച്ചി ജസ്റ്റ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ തേങ്ങാപ്പാലും മിക്സ് ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ള രീതിയിൽ തേങ്ങ ചിരകാണ് അത്യാവശ്യം നമുക്ക് വേണ്ടത്. എത്ര സോപ്പാണ്, ഞാൻ 4 സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള തെച്ചിപ്പൂവ് എടുത്തു. അതിലേക്ക് ഇനി എന്ത് വേണം, തേങ്ങാപ്പാലും കൂടി വേണം. അതാണ് ഇതിൻ്റെ അളവായിട്ട് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ടൈപ്പിലുള്ള സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തേങ്ങ ചിരകാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ അരച്ചിട്ട് വെച്ചിട്ടുള്ള, കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തെച്ചിപ്പൂവിൻ്റെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള എല്ലാ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തേങ്ങ കൂടി ഇട്ടത് കാരണം ആ തെച്ചിപ്പൂ ഒന്നുകൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടും അരയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന തേങ്ങ വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അരയ്ക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, തേങ്ങ വെള്ളം തന്നെ ചേർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ സൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു സ്റ്റെയിനർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് അങ്ങനെയാണ് എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ആദ്യം സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത്രയ്ക്ക് ജ്യൂസ് കിട്ടുന്നില്ല. മീൻസ് തേങ്ങ ഉണ്ട്, നമ്മുടെ തെച്ചിയുടെ ആ ഒരു ഇതുകൊണ്ട് തേങ്ങ വെള്ളവും കൂടി ഉണ്ട്. അപ്പോൾ അത് അത്രയ്ക്ക് ഒരു ജ്യൂസ് എനിക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനായിട്ട് ഗ്ലൗ ഉണ്ടല്ലോ, നമ്മുടെ വൈറ്റ് കളർ ഗ്ലൗ, അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അത് മാത്രമല്ല നമ്മൾ ഈ തേങ്ങയും തെച്ചിയും തേങ്ങാവെള്ളവും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തപ്പോൾ അത് നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് നന്നായിട്ട് പിഴിയും കൂടി ചെയ്തപ്പോൾ അതിൻ്റെ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ ചണ്ടി ആ വേസ്റ്റ് നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ടാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, ഇത് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തതിനോണ്ടാണ് കേട്ടോ അതിൻ്റെ മേലെ ഈ മെഴുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നിങ്ങൾ എസെൻഷ്യൽ ഓയിൽസോ അങ്ങനെ ഒന്നും ചേർക്കേണ്ടതില്ല. സോപ്പിന് നല്ല ക്ലെൻസിങ് ഉണ്ടാകും, നല്ലൊരു മൈൽഡായിട്ടുള്ള സോപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 2 ടൈപ്പ് സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. അതായത് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സോപ്പ് ബേസ് ഇല്ലേ, അതും അതേപോലെ തന്നെ എനിക്ക് വേറൊരു സോപ്പ് ബേസ് കിട്ടിയിട്ടുള്ളത് ചിപ്സ് ആയിട്ടാണ് കേട്ടോ. അതായത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ഇത് 2 എണ്ണം. ചിപ്സ് ആയിട്ടുള്ള സോപ്പ് ബേസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മെൽറ്റിംഗ് പോൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പാടില്ല. എല്ലാവർക്കും അറിയുണ്ടാവും, അത് കരിഞ്ഞു പോകും കേട്ടോ. ഇതേപോലെ ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവെള്ളം ഉണ്ടല്ലോ, മഴവെള്ളം വെറുതെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ആ മഴവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. നമുക്ക് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മഴവെള്ളത്തിലാണ് ഈ ഒരു സംഭവം ഇറക്കി വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മെൽറ്റായി വരുന്ന സമയത്ത് വെള്ളം ഓവറായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങും. ആ തിളയ്ക്കുന്ന സമയത്ത് വെള്ളം തുള്ളി ഈ സോപ്പ് ബേസിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ തെറിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിന് എന്താ പറയുക, വാട്ടറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടുതലായി പോകും. നമ്മൾ ഓൾറെഡി തേങ്ങ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ള. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ മെൽറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ ഏകദേശം നല്ല രീതിക്ക് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഒരു സ്പൂണോ, നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്പൂൺ യൂസ് ചെയ്യേണ്ട. നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതേപോലെ ഒരു ബിസിനസ് പോലെ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനായിട്ട് വേറെ ഐറ്റംസ് മാറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ ഈ എന്താ പറയുക, ഉരുളയാണെങ്കിലും ഈ ഒരു പിടിയില നമ്മുടെ ചായ കാച്ചുന്ന പാത്രമില്ലേ, ആ പാത്രമാണെങ്കിലും ഈ സ്പൂണാണെങ്കിലും എല്ലാം ഈ സോപ്പിൻ്റെ ഐറ്റംസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ ഞാൻ വേറെ കുക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇതേപോലെ വേറൊരു പാത്രം കൂടി എനിക്കുണ്ട് കേട്ടോ പിടിയിൽ. അതിലാണ് ഞാൻ ഈ ഹെയറിലേക്ക് വേണ്ടിയിട്ട്, ഫേസിലേക്ക് വേണ്ടിയിട്ട് ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ പാത്രം തന്നെ മാറ്റി വയ്ക്കുക. ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല സ്പീഡിൽ ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ആ കട്ടയായിട്ട് ഇരിക്കുന്നതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ബബിൾസ് ഫോം ആവും, പിന്നെ സോപ്പിൽ മൊത്തം ബബിൾസ് വന്നിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സോപ്പ് കിട്ടില്ല. മനസ്സിലായോ? നമ്മൾ ബേസ് ഒക്കെ റെഡിയായി, മിക്സൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആ മോൾഡിലേക്ക് ഫുൾ ബബിൾസാണ് വന്ന് വീഴുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഞാൻ അങ്ങനെ ഇളക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിലേ ഞാൻ ഇളക്കുന്നുള്ളൂ. അതിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക, കട്ട പോലെ വന്നിരിക്കുന്നുണ്ട്, അതൊന്നും ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നല്ല രീതിക്ക് എന്താ പറയുക മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തീ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഞാൻ തീ സിമ്പിളാണ് കേട്ടോ വെച്ചത്, ഓവറായിട്ട് വെച്ചിട്ടില്ല. നമ്മുടെ വെള്ളം തെറിക്കോ എന്നുള്ള ഒരു പേടി കാരണം ഞാൻ ഓവറാക്കിയിട്ട് ഇതാക്കിയിട്ടില്ല, സിമ്പിളിട്ട് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിക്കാം. അതായത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുന്നില്ല, ആ കിട്ടിയ ജ്യൂസിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, ഹാഫ് ഭാഗം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അത് ഒഴിച്ച് നമ്മുടെ എന്താ പറയുക, ആ സോപ്പ് ബേസുമായിട്ട് മിക്സ് ചെയ്ത സമയത്ത് കിട്ടിയൊരു കളറെന്ന് പറയണം, അടിപൊളിയാണ്. നല്ലൊരു ചോക്ലേറ്റ് കളറിലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ തേങ്ങാപ്പാലും തെച്ചിപ്പൂവിൻ്റെ ജ്യൂസും തേങ്ങ വെള്ളവും, ഈ 3 ഐറ്റം മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കളറ് കണ്ടോ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ?
നല്ലൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്ത് ചേർക്കാം, എന്തെങ്കിലും സ്മെല്ല് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സ്മെല്ല് മസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഞാനിതിൽ സ്മെല്ല് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. സ്മെല്ലില്ലാതെ നിങ്ങൾക്ക് സോപ്പ് അങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ വിത്തൗട്ട് സ്മെല്ലും വിത്ത് സ്മെല്ലും ഞാൻ ചേർക്കാറുണ്ട്. ഇനി ചില ആളുകൾ പറയും സോപ്പ് നല്ല കളറ് വേണം എന്നുള്ളത്. അപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കും. വേണ്ട എന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെയാണോ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അതേപോലെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോപ്പിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു മോൾഡ് എന്ന് പറഞ്ഞത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി മോൾഡാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള മോൾഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിലോ ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എൻ്റെ അടുത്ത് അത്യാവശ്യം തിരക്കിയില്ലാത്ത രീതിയിൽ കുറച്ച് മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് അടിപൊളി മോൾഡാണ് കേട്ടോ. നമ്മളിത് അൺമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് സോപ്പിൻ്റെ മേലെ ഒരു സൈഡിൽ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിതിൽ എന്താ പറയുക, ഈ ബബിൾസ് മേലെ ഫോം ചെയ്തിട്ടുള്ള ബബിൾസ് ഇല്ലേ, അത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ബബിൾസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി സോപ്പായിട്ട് കിട്ടും കേട്ടോ. ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇനി അങ്ങനെയും പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്ത് തരും കേട്ടോ. സോപ്പ് റബ്ബിങ് ആൽക്കഹോളൊക്കെ എന്താ പറയുക, അതൊക്കെ അടിച്ചിട്ട് സെറ്റാക്കി തരും. അപ്പോൾ ഇതാണ് നമ്മുടെ തെച്ചിയുടെ സോപ്പ്. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി സോപ്പാണ്. നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കെമിക്കൽ ഫ്രീ സോപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഞാനിത് അൺമോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല, ചൊറിച്ചിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇത് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ സോപ്പ് എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ വൺ സൈഡ് നമ്മൾ അടിവശത്തേക്ക് വരുന്ന ഭാഗം നല്ല അടിപൊളി ഡിസൈനിലാണ്. ഒരു ഇതുമില്ല, എന്താ പറയുക, പൊട്ടലോ അങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ സോപ്പ് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരുന്നതാണ്. സോപ്പ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നാച്ചുറലായിട്ട് സോപ്പിൻ്റെ എന്താ പറയുക, നമ്മൾ ഗിഫ്റ്റ് പാക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്തു തരുന്നുണ്ട്. ഹെയർ ഓയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.